അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയാണ് ബ്രോ ലക്ഷ്യം. സിനിമയിലൊരു നല്ലൊരു നടനാവുക എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിടാറുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു റീച്ചൊന്നും വരാറില്ല. അപ്പോൾ ആൾക്കാരങ്ങനെ വിളിക്കാറൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ സിനിമയിൽ വരാൻ എന്താണ് എൻ്റെ യോഗ്യത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ കോൺഫിഡൻസ് ആണെന്ന് പറയും. കാരണം ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് വളരെ സങ്കടപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് വളരെ സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലേ നമ്മളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമുക്ക് എപ്പോഴും ചിലപ്പോൾ പിടിച്ച് നമ്മളെ മേളിൽ കയറ്റാം, എപ്പോഴും താഴെ ഇറക്കാം. അപ്പം നാളെ ചിലപ്പോൾ ഞാനോ അല്ലെങ്കിൽ നീ ചിലപ്പോൾ സിനിമയിൽ വന്ന് വരാണ്ടിരിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് കലിപ്പായിട്ട് സംസാരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കണം, കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലും വീട്ടിലും കൂട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇതിന്റെ പുറകെ കിടക്കുന്നുണ്ടെങ്കിൽ അളിയാ എൻ്റെ ഉള്ളിൽ അത്രയും സങ്കടവും അതുപോലെ തന്നെ അത്രയും ആവേശമുള്ളതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുള്ളതുകൊണ്ടാണ് മോനെ. എടാ നമ്മളൊക്കെ ഈ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയല്ലേ ജീവിക്കണത്. അപ്പൊ പിന്നെ എന്നാ കുഴപ്പം? അപ്പൊ ഇനിയും നടക്കും, ഇനിയും ഇരിക്കും. ഇപ്പൊ എനിക്ക് 24 വയസ്സുണ്ടെങ്കിൽ ഞാൻ 60 വയസ്സാകുമ്പോൾ വിചാരിക്കും 61ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് സിനിമയിൽ വിളിക്കുന്നത് ഞാൻ വിചാരിക്കും. അതാണ്ട് അത് പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഈ വീഡിയോ എന്നിട്ട് അതിൽ എന്നെ വിളിച്ചാലേ. ഓക്കെ.